പ്രിയമുള്ളവരെ, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയായിരുന്ന കാലഘട്ടത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചതിന് ശേഷം കുറച്ച് സമയം ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അനുദിന ജോലികളിലേക്ക് പ്രവേശിക്കുക. ഒരിക്കൽ ഒരു പത്രപ്രവർത്തകൻ മാർപ്പാപ്പയോട് ചോദിക്കുകയുണ്ടായി, എങ്ങനെയാണ് ഇത്രയും അധികം ഓഡിയൻസിനെ കാണുവാനും അതുപോലെ തന്നെ അവരോട് സംസാരിക്കുവാനും വലിയ വലിയ രാഷ്ട്രീയ തലവന്മാരോട് കാര്യങ്ങളൊക്കെയും വളരെ കൃത്യതയോടുകൂടി സംസാരിക്കുവാൻ സാധിക്കുന്നത്? മാർപ്പാപ്പ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറയുകയാണ്, ഞാൻ രാവിലെ എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും വിശുദ്ധ കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ദിവ്യകാരുണ്യ സന്നിധിയിൽ ആരാധനയുടെ മുമ്പിൽ എല്ലാ പ്രവർത്തനങ്ങളെയും ഞാൻ വിട്ടുകൊടുക്കും. അതുമാത്രമല്ല, ഞാൻ എൻ്റെ കാവൽമാലാകയോട് പ്രത്യേകം പ്രാർത്ഥിക്കും, എൻ്റെ കാവൽമാലാകെ എന്ന് ഞാൻ കണ്ടുമുട്ടാൻ പോകുന്ന എല്ലാവരുടെ കാവൽമാലാകമാരോടും നീ പ്രാർത്ഥിച്ച് ഞാൻ എന്താണ് പറയേണ്ടത്, എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്നുള്ള വഴി എനിക്ക് കാണിച്ചു തരണം. പുറപ്പാടിൻ്റെ പുസ്തകം 23-ാം അധ്യായം 20-ാം തിരുവചനം, ഇതാ ഒരു ദൂതനെ നിനക്ക് മുമ്പേ ഞാൻ അയക്കുകയാണ്, അവൻ നിൻ്റെ വഴികളിൽ നിന്നെ കാത്തുകൊള്ളും, ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് അവൻ നിന്നെ കൊണ്ടുവരും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഒരു കാര്യം തുടങ്ങുന്നതിന് മുൻപേ നമ്മുടെ കാവൽമാലാക അയക്കുക. മാലാകന്മാർ വഴിയൊരുക്കി തരും. നമ്മുടെ വഴികൾ വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് നയിക്കുവാനായിട്ട് മാലാകന്മാർ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും. വിശുദ്ധ ജോൺ പോൾ രണ്ടാമനുണ്ടായ കാവൽമാലാകയോടുള്ള ആ ഡിവോഷൻ നമുക്കും അനുകരിക്കാവുന്നതാണ്. മാലാകന്മാരോട് ചേർന്നുകൊണ്ട് കൂടുതൽ ഈശോയിലേക്ക് വളരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം.